നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെയുണ്ട് കുട്ടി? നന്നായി പ്രയാസപ്പെടുന്നുണ്ടല്ലേ? സാരമില്ല തിരുമേനി. പകലോ രാത്രിയോ എന്നൊന്നും അറിയുന്നില്ല. ഒക്കെ സഹിക്കുക. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ? സ്വാതിക്ക് അതിനുള്ള മനസ്സുണ്ട്. ചികിത്സയ്ക്ക് പ്രധാനവും അത് തന്നെയാണ്. ശരീരം മാത്രം വഴങ്ങിയിട്ട് കാര്യമില്ല, മനസ്സും സജ്ജമാകണം. ഞരമ്പുകൾക്ക് ഉണർവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകാത്ത രക്തയോട്ടം തുടങ്ങുമെന്നാണ് എന്റെ പ്രതീക്ഷ. രക്തയോട്ടം തുടങ്ങിയാൽ സ്പർശനം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ അങ്ങനെയൊന്നുമില്ലല്ലോ. മുമ്പത്തെ പോലെ തന്നെയാ. ഇത് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇതിൽ ഫലപ്രാപ്തി ഉണ്ടായില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനാവില്ല. കുറഞ്ഞത് 4-5 മണിക്കൂർ ഗാഠതന്ത്രിയിലായിരിക്കും. ശരി തിരുമേനി. ആരെയും ഈ സമയത്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. ഉവ്വ, ശ്രദ്ധിച്ചോളാം. രാജുവേട്ടാ, സ്വാതിയുടെ ചികിത്സയൊക്കെ എങ്ങനെ പോകുന്നു? കുറച്ച് പുരോഗതിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാൽഞ്ഞരമ്പുകളിലേക്ക് നാളെ മുതൽ രക്തയോട്ടം തുടങ്ങുന്നുള്ള പ്രതീക്ഷയിലാ തിരുമേനി. അങ്ങനെയെങ്കിൽ സഞ്ജു ചെയ്യാൻ പോകുന്ന വലിയ മണ്ടത്തരാകുമല്ലോ. അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നേ? ഓ, അത് പിന്നെ സ്വാതിയുടെ കൂടെയാണോ നീ നിൽക്കുന്നത്? ചികിത്സാ മുറിയിൽ ആർക്കും പ്രവേശനമില്ല. ഞാനും അച്ഛനും അമ്മയും താമസ സ്ഥലത്താ. സഞ്ജു പറഞ്ഞ സത്യം തന്നെ. അവിടെ ആരും ഉണ്ടാവില്ലേ? ഈ സമയം സ്വാതിയുടെ ചികിത്സ മുടങ്ങാനും പാടില്ല. രാജുവേട്ടൻ എന്താ പറയാൻ വന്നേ? സഞ്ജുതി സഞ്ജനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കല്യാണത്തിന് മുമ്പായി സ്വാതി നടന്നു തുടങ്ങിയാലും ദക്ഷ അതൊന്നും കാര്യമാക്കില്ല. അതിനുവേണ്ടി വിവാഹ നിശ്ചയത്തിന് ശാഠ്യം പിടിക്കുന്നത് തന്നെ. കല്യാണം നടക്കാൻ ദക്ഷ ഓരോ പൂട്ടുകൾ ഇടുകയാ. അവർക്ക് കഴിയുന്നത് അവര് ചെയ്യട്ടെ. ഇന്ന് രാത്രി ഞാനൊരു പൂജ ചെയ്യും. അത് കഴിഞ്ഞ ചേച്ചിക്ക് നല്ല മാറ്റം വന്നു തുടങ്ങും. വിവാഹത്തിന് മുൻപ് ചേച്ചി നടന്നു തുടങ്ങിയിരിക്കും. അല്ല, അദ്ദേഹം എന്ത് മണ്ടത്തരം ചെയ്യാൻ പോകുന്നെന്ന് രാജുവേട്ടൻ പറഞ്ഞില്ല. അതിൽ നിന്ന് രാജുവേട്ടൻ ഒഴിഞ്ഞു മാറിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഹലോ ഹലോ, സഞ്ജു വരുന്ന കാര്യം എങ്ങനെ പറയും? കട്ടാക്കിയതാ. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.